പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വർഷത്തെ വിഷുവിന് ഞാൻ ശരിക്കും ഞെട്ടി എന്ന് പറഞ്ഞപ്പോൾ ഒരു അമ്പരന്ന് നിൽക്കുകയാണ്. ഏപ്രിൽ 13-ാം തീയതി വൈകിട്ട് എൻ്റെ വാട്സപ്പിൽ ഒരു സ്ക്രീൻഷോട്ട് വരുന്നു. അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഈ എമൗണ്ട് നിങ്ങളുടെ ഗൂഗിൾ പേ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം, വന്നെങ്കിൽ ഒന്ന് റിപ്ലൈ തരണം എന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഗൂഗിൾ പേയിൽ നോക്കി. അപ്പോൾ അവിടെ ക്രെഡിറ്റ് ആയിട്ടുമുണ്ട്, അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ റിപ്ലൈയും കൊടുത്ത് ഇതിൽ വന്നിട്ടുണ്ട് എന്ന്, ക്യാഷ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാരാണ് എന്താണെന്നൊന്നും ഇല്ല, ഫ്രമും ഇല്ല. ആ സ്ക്രീൻഷോട്ടിൽ എമൗണ്ട് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്ത് അയക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഒരു വോയിസ് ഇട്ടിരുന്നു: ഈ ക്യാഷ് നിങ്ങൾക്കുള്ളതാണ്, ഇത് കൊണ്ട് നിങ്ങൾ വിഷു നന്നായിട്ട് ആഘോഷിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല പുതിയ ഡ്രസ്സ് എടുത്തു കൊടുക്കണം. അതേപോലെ നല്ല ഭക്ഷണവും കഴിക്കണം. പിന്നെ വിഷു നന്നായിട്ട് ആഘോഷിക്കണം. അതേപോലെ നിങ്ങളുടെ അമ്മക്ക് എൻ്റെ വക നല്ലൊരു സാരിയും വാങ്ങിക്കൊടുക്കണം. അതുപോലെ അമ്മക്ക് കുറച്ച് ക്യാഷും കൊടുക്കണം എന്നാണ് ഈ വോയിസ് കേട്ടപ്പോൾ എനിക്ക് ആരാണോ എന്താണോ എന്നൊന്നും മനസ്സിലായില്ല. കാരണം ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു വോയിസ്. അതേപോലെ തന്നെ ഞാനത് സേവ് ചെയ്ത് നോക്കുമ്പോൾ വാട്സപ്പിൽ DP ഹാർട്ടിൻ്റെ DP ആണ് ഉള്ളത്. അപ്പോൾ വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ആരാണ് എന്താണെന്നറിയില്ല. പിന്നെ എഴുതിയിരിക്കുന്നത്: ഞാൻ തന്ന ഈ ക്യാഷിനെ പറ്റി ആരോടും പറയരുത്. അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ട് വീഡിയോയും ചെയ്യാൻ പാടില്ല, വീഡിയോയിലൂടെ പറയാനും പാടില്ല എന്നൊക്കെ ആയിരുന്നു ആ മെസ്സേജ്. പക്ഷേ വീഡിയോയിൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടൊരു സംഭവമല്ലേ. കാരണം ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമല്ലേ. അപ്പോൾ ആ നല്ല മനസ്സിൻ്റെ ഉടമക്ക് ഒരുപാട് ആയിരം നന്ദി പറയുന്നു. അതുമാത്രമല്ല, അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, നിങ്ങൾക്കുള്ളതാണ് ഈ ക്യാഷ്, നിങ്ങൾ ഈ വിഷു ഈ ക്യാഷ് കൊണ്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ക്യാഷിൻ്റെ മൂല്യം എത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ എമൗണ്ടും ഞാനൊന്ന് പറയട്ടെ: 24,797 രൂപയാണ്. അപ്പോൾ 27 കോടിയിലധികം. ഇതിന് മൂല്യനിർണ്ണയമില്ല, അത്രയധികം മൂല്യമുള്ളൊരു എമൗണ്ടാണത്. അപ്പം ഞാനത് ഒന്ന് ചെക്ക് ചെയ്ത് 1000 ദിർഹത്തിന് കിട്ടുന്ന എമൗണ്ടാണത്. 1000 ദിർഹം ത്തിന് 24,797 രൂപയാണ് അന്നത്തെ ആ റേറ്റ്. അപ്പോൾ 1000 രൂപക്ക് എത്രയാണോ കിട്ടുന്നത് അത് നേരെ എനിക്ക് അയച്ചു തന്നെ ആ ഒരു മഹത് വ്യക്തിക്ക് ഒരുപാട് നന്ദി. എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം നിങ്ങൾ ചിന്തിക്കും, ഇതിനൊക്കെ അർഹനാണോ നിങ്ങളെന്ന്. തീർച്ചയായിട്ടും ഞാൻ അർഹനാണ്. കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഉള്ള സമയത്ത് ഞാൻ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് കടമായിട്ട് കൊടുത്തിട്ടുണ്ട്, തിരിച്ച് കിട്ടാൻ വലിയ പാടായിരുന്നു. അതേപോലെ തന്നെ സ്വർണമായിട്ടും കൊടുത്തിട്ടുണ്ട്, വാച്ചായിട്ടും കൊടുത്തിട്ടുണ്ട്, മൊബൈലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് തരത്തിൽ ഞാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ എന്താ വിചാരിക്കുക, എനിക്കങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ സന്തോഷിക്കുക ചെയ്യൽ. ഇത് ഇങ്ങനെ കണക്ക് പറയാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, പക്ഷേങ്കിൽ ഈ സമയത്ത് ഇത് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. കാരണം ഇന്നത്തെ എൻ്റെ ചുറ്റുപാടും സിറ്റുവേഷനും ഒക്കെ വളരെ മോശമായതുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെയൊരു എമൗണ്ട് എനിക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ക്യാഷ് ഉണ്ടല്ലോ, ഞാൻ ഇന്ന് ഏപ്രിൽ 21 ഇതുവരെ ഞാൻ അതിൻ്റെ അകത്തു നിന്ന് 1 രൂപ എടുത്തിട്ടില്ല. കാരണം അത് എൻ്റെ ഒരു സ്വത്തായിട്ടാണ് ഞാൻ ആ അക്കൗണ്ടിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു മനുഷ്യൻ, ജീവിതത്തിൽ കുറേ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് നല്ലവരെയും കണ്ടിട്ടുണ്ട്, ഒരുപാട് ചീത്ത ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു മനുഷ്യൻ, ഞാൻ ചോദിക്കാതെ എനിക്ക് ആരാണെന്നറിയാതെ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു എമൗണ്ട് എനിക്ക് അയച്ചു തന്നെ ആ അദ്ദേഹത്തിനും ആ കുടുംബത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമാണ് ഞാൻ ഈ എമൗണ്ട് എടുക്കുക. ഞാൻ പല അമ്പലങ്ങളിലും പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്കോ എൻ്റെ കുടുംബത്തിനോ വേണ്ടിയിട്ടല്ല. പലരും എന്നോട് പറയാറുണ്ട്, ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എന്നും വളരെ നല്ലൊരു ജീവിതവും അതുപോലെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ എമൗണ്ട് എടുക്കും.
എത്ര പറഞ്ഞാലും എന്താ പറയേണ്ടത്, നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇയാളുടെ നമ്പർ എങ്ങനെയാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു നല്ല മൊബൈലില്ല. അതുപോലെ തന്നെ പലരും ഒരുപാട് ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്കെല്ലാം വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു നല്ല മൊബൈലില്ല. അപ്പോൾ എന്നെ ആരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു. അതിൻ്റെ അകത്ത് എൻ്റെ നമ്പറും വെച്ച്, ഇതാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പർ, ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തമാശയായിട്ടൊക്കെ വിളിച്ചും സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ചില വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു രുദ്രാക്ഷത്തിൻ്റെ വീഡിയോ ചെയ്തു. അതിലും ഞാൻ എൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്താൽ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ നമ്പർ കിട്ടിയത്. ഇദ്ദേഹം ഇന്ന് 21-ാം തീയതി ആയിട്ടും ആരാണ് എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു നാൾ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു നാൾ നിങ്ങളെ മുന്നിൽ വരും, എന്തായാലും ഇപ്പോഴൊന്നും ഞാൻ ആരാണെന്ന് പറയുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് ആ അജ്ഞാതൻ പിന്നെ എനിക്ക് റിപ്ലൈയും തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. അവർക്ക് എപ്പോഴും നല്ലത് മാത്രം സംഭവിക്കട്ടെ, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ എൻ്റെ പിറന്നാളിന് എനിക്ക് വേറൊരു വ്യക്തി 1 കോടി രൂപേൻ്റെ ലോട്ടറി ഇതേപോലെ വാട്സപ്പിൽ ഇട്ട് തന്നു. ഞാനങ്ങ് ഞെട്ടി അമ്പരന്ന്. അന്നും ഞെട്ടി, ഇന്നും ഞെട്ടി. ഞാൻ ചോദിച്ചു എന്തായി സംഭവമെന്ന്. അപ്പോൾ അവർ കൂടാളിക്കാരനാണ്, സോഷ്യൽ മീഡിയയിലെ ആക്റ്റീവാണ്. അവരെ എന്തായാലും ഞാൻ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടുത്തും. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അവർക്ക് എൻ്റെ കാര്യം അറിയാം. അവർ പറഞ്ഞത്, ഇതിനെക്കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ലോട്ടറി എനിക്ക് ഇട്ട് തന്നത്. അപ്പോൾ അവർക്കും വളരെയധികം ആ കുടുംബത്തിനും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ കണക്ക് പറയാൻ തീരെ ആഗ്രഹിക്കുന്നില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് അങ്ങനെ തന്നെ ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇതാണ്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. 20,000 റിയാൽ കൊടുത്തിട്ടുണ്ട്, 2,000 റിയാൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 7,000 റിയാൽ കൊടുത്തിട്ടുണ്ട്. 20,000 കൊടുത്തിട്ട് കുറച്ചായിട്ട് തന്നിട്ട് ബാക്കി 12,000 റിയാൽ എനിക്ക് കിട്ടാനുണ്ട്. അത് ഇതുവരെയും പിന്നെ കിട്ടിയിട്ടില്ല. 2013 ഞാൻ ഗൾഫിൽ നിന്ന് ഇവിടെ വന്നതാണ്. അതുപോലെ തന്നെ 2,000 രൂപ ഞാൻ ഒരാൾക്ക് നാട്ടിൽ പോകുമ്പോൾ കൊടുത്തു. അത് എനിക്ക് ആവശ്യം വന്നപ്പോൾ തിരിച്ച് ചോദിച്ചപ്പോൾ അവരുമായിട്ട് പിണങ്ങേണ്ട ഇട വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുവരെയും പിന്നൊരു സംസാരമോ ഒന്നുമില്ല. ഒരു മെസ്സേജ് ഇട്ടാലോ റിപ്ലൈ ഒന്നും തരില്ല. ഫേസ്ബുക്കിലിട്ടാൽ റിപ്ലൈ തരില്ല. വാട്സപ്പ് നമ്പറൊന്നും എൻ്റെ അടുത്തില്ല. അതേപോലെ തന്നെ 7,000 റിയാൽ ഞാൻ മുബാറസിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കമ്പനിയുണ്ട്. ആ കമ്പനീൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് പിന്നെ പ്രശോഭ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ലോറൻസ് കാണുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരെന്ന് കമൻ്റ് എഴുതണേ. അവിടെ കായംകുളത്തുള്ള ഒരു ഇലക്ട്രീഷ്യൻ സന്തോഷിനോട് ഞാൻ 7,000 റിയാൽ വാങ്ങിയിട്ട് ഒരാൾക്ക് കൊടുത്താണ് അക്ക മേടിക്കാൻ വേണ്ടിയിട്ട്. ആൾ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അയാളോട് പറഞ്ഞിരുന്നു, എനിക്കൊരു ടീഷർട്ടും അതുപോലെ ഒരു സ്പ്രേയും ഒരു ബോഡി ലോഷനും കൊണ്ടു തരണമെന്ന്. എനിക്ക് ഒരു പുല്ലും കൊണ്ടു തന്നിട്ടില്ല. പിന്നെ കൊണ്ടു തന്നിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നീട് ശത്രു ആയതേ ഉള്ളൂ. ആ ക്യാഷ് ഇതുവരെയും കിട്ടിയിട്ടില്ല. 7,000 റിയാൽ ഒന്ന് കൂട്ടി നോക്കിയ ഇപ്പോഴത്തെ എമൗണ്ട്, അതേപോലെ 12,000 റിയാൽ ഒന്ന് കൂട്ടി നോക്കിയ ഇപ്പോഴത്തെ എമൗണ്ട്, അതേപോലെ 2,000 റിയാൽ, ഇതൊക്കെ ഞാൻ കൊടുത്തതാണ് മക്കളെ. അതേപോലെ തന്നെ കൊടുത്തത്, വീണ്ടും പറയാണ്, കൊടുത്തത് കണക്ക് പറയുന്നില്ല. ഞാൻ 10 പവൻ കൊടുത്തിട്ടുണ്ട്, 5 പവൻ കൊടുത്തിട്ടുണ്ട്, 4 പവൻ കൊടുത്തിട്ടുണ്ട്, 2 പവൻ കൊടുത്തിട്ടുണ്ട്, 1 പവൻ കൊടുത്തിട്ടുണ്ട്, അരപ്പവൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കല്യാണത്തിനൊന്നല്ല, ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ്. അവരൊക്കെ ഇപ്പം എന്തായെന്ന് പറഞ്ഞാൽ വളരെയധികം ശത്രുക്കളായി. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഇന്നത്തെ സിറ്റുവേഷനിൽ ഇവരൊക്കെ എന്നെ ചെറുതായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇത്രയും കഷ്ടത്തിലാവില്ല. ഇവരൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് എൻ്റെ ഇന്നത്തെ അവസ്ഥ. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ആ ഇടക്കാണ് എനിക്ക് ഇങ്ങനെയൊരു ഹ്യൂജ് എമൗണ്ട് തരാനുള്ള നല്ല മനസ്സുണ്ടായ ഒരു ഉടമ ദുബായിൽ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് എപ്പോഴും നല്ലത് മാത്രം വരട്ടെ, ഒരു അസുഖവും ഉണ്ടാവരുത്.
അവരുടെ ഫാമിലിക്കും എപ്പോഴും നല്ലത് മാത്രം വരട്ടെ. പിന്നെ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്കെന്താ ജോലി ചെയ്തുകൂടെ? ഞാൻ പല ജോലിക്ക് അന്വേഷിച്ചിട്ടുണ്ട്, ആരും എനിക്ക് ജോലി തന്നിട്ടില്ല. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. സിനിമയിലൊക്കെ അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണോ എന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. എന്തായാലും എല്ലാവർക്കും, എന്നെ സഹായിച്ചവർക്കും എന്നെ ഉപദ്രവിച്ചവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം വന്ന് സംഭവിക്കട്ടെ. അതുപോലെ തന്നെ ഈ ദുബായിൽ നിന്ന് ഈ എമൗണ്ട് അയച്ച നിങ്ങൾക്ക് എന്നെങ്കിലും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ വിളിക്കണം തോന്നിയാൽ തീർച്ചയായിട്ടും വിളിക്കണം. അതേപോലെ തന്നെ ഒരു ഫോട്ടോ നിങ്ങളുടെ ഇട്ട് തന്നാൽ വളരെ നന്നായിരുന്നു. ഫേസ്ബുക്കിലോ എവിടെയും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ആരാണിത്, എന്താണിത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും നല്ലത് മാത്രം വന്ന് സംഭവിക്കട്ടെ, എല്ലാവരുടെയും മനസ്സും നന്നാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മാരിമുകിലിനെ പ്രണയിച്ചു പോയി എന്ന് പറഞ്ഞ പോലെ ഞാനും ഒരു മാരിമുകിലിനെ പ്രണയിച്ചു പോയി. അപ്പോൾ ആ പ്രണയമാണ് ശരിക്കും ഈ മഴ പേമാരിയായിട്ട് വന്നിട്ട് എൻ്റെ ഗൂഗിൾ പേയിൽ 24,797 രൂപ വന്ന് നിറഞ്ഞത്. ഒരുപാട് സന്തോഷം. എന്നും ഓർക്കും, എന്നും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല. അപ്പോൾ നല്ലത് മാത്രം വന്ന് സംഭവിക്കട്ടെ. അതുപോലെ ഞാൻ ആദ്യമായിട്ട് മൊബൈൽ വാങ്ങിയത് 1998 മൊബൈൽ എന്താണെന്നോ മൊബൈൽ എങ്ങനെ പിടിക്കണമെന്നോ മൊബൈൽ എങ്ങനെ ഡയൽ ചെയ്യണമെന്നോ പോലും അറിയാത്ത സമയത്ത് എന്നോട് വിളിച്ചതല്ല, അന്ന് കത്താണല്ലോ, കത്തിൽ എഴുതി പറഞ്ഞു ഒരു മൊബൈൽ വേണം. അന്ന് മൊബൈൽ എന്നല്ല പറയുക, ഹാൻഡ്സെറ്റ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ 1998 ഞാൻ ആദ്യമായിട്ട് മൊബൈൽ വാങ്ങിയത്. അത് എനിക്ക് വേണ്ടിയിട്ടല്ല, വേറൊരാൾക്ക് വേണ്ടിയിട്ട്, ആളെ പേര് ഞാൻ പറയുന്നില്ല. പിന്നെ എനിക്ക് കിട്ടിയത് 2008 എനിക്കായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പാപ്പിനിശ്ശേരിയുള്ള സുരേഷ് പി എന്ന് പറഞ്ഞ്, അതും വളരെയധികം നല്ല വ്യക്തിയാണ്. അവനാണ് എനിക്കൊരു മൊബൈൽ കൊണ്ടുതന്നത്. പിന്നെ 2010 മുതൽ 2013 വരെ ഞാൻ 15 മൊബൈൽ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഓരോരാൾക്കുമായിട്ട്. അതും ആ പുതിയ മോഡൽ, ആ സമയത്ത് ഇറങ്ങിയ മോഡൽ, അല്ലാതെ സെക്കൻഡ് ഹാൻഡ് ഫോണോ അങ്ങനെ ഒന്നും ഞാൻ വാങ്ങിക്കൊടുക്കാറില്ല. ഞാൻ എന്തോ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം പുതിയത് നല്ല കമ്പനീൻ്റെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ എനിക്ക് ഇതേമാതിരി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൊബൈലിന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചിലരോട് സമീപിച്ചിരുന്നു. അപ്പോൾ അവരൊന്നും എനിക്ക് വാങ്ങിത്തന്നിട്ടില്ല. അവർക്കൊക്കെ മൊബൈൽ മാത്രമല്ല പലതും വാങ്ങിത്തരാൻ പറ്റുന്ന ആൾക്കാരാണ്, പക്ഷേ അവരൊന്നും വാങ്ങിത്തന്നിട്ടില്ല. പുറംകാലം കൊണ്ട് തട്ടിക്കളിയാണ് ചെയ്തത്. അതേപോലെ തന്നെ പിന്നെ എറണാകുളത്തു നിന്നൊരു വക്കീൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ 2 മാസം മുന്നേ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട്. ആ വീഡിയോയിൽ സത്യസന്ധമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഇങ്ങനെ പാവപ്പെട്ട അമ്മമാരെയും അതുപോലെ രോഗികളെ എനിക്ക് സഹായിക്കാനുണ്ട്, ആരെങ്കിലും നല്ലൊരു മൊബൈൽ വാങ്ങി തന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് ഒരാൾ വിളിച്ചു. എറണാകുളത്തു നിന്നാണ്, അഡ്വക്കറ്റാണ്, ഞാൻ പേര് പറയുന്നില്ല. അവർ പറഞ്ഞ് ഞാൻ എന്തായാലും മൊബൈൽ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് 1 മണിക്കൂറിലധികം സംസാരിച്ചിരുന്നു. പക്ഷേ അവരൊന്നും അഡ്രസ്സ് പിന്നീട് കണ്ടിട്ടില്ല. എന്നോട് പറഞ്ഞ് നമ്പർ സേവ് ചെയ്ത് വെക്കണം, നമ്മൾ എപ്പോഴും കാണും എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, അതുവിടെ. അതുമാത്രമല്ല, ഞാൻ ഒരുപാട് ആൾക്കാരെ ഗൾഫിലേക്ക് എൻ്റെ കെയർ ഓഫ് കൊണ്ടുപോയിട്ടുണ്ട്. അവർ നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ അവരും പിന്നീട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റോ മൈൻഡോ ഒന്നും ചെയ്യാറില്ല. നാട്ടിൽ വന്നാലും ഒന്ന് വിളിക്കാനോ സംസാരിക്കാനോ മനസ്സ് കാണിക്കാറില്ല. അതുപോലെ തന്നെ കണ്ണൂരുള്ള ഒരു വ്യക്തിയും എന്നെ ഒരുപാട് സമയം ഫോണിൽ സംസാരിച്ചിട്ട്, അതേ വീഡിയോ കണ്ടിട്ടാണെന്ന് തോന്നുന്നു, സംസാരിച്ചിട്ട് ഞാനൊരു ഫോൺ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രാവശ്യം വിളിച്ചിരുന്നു. അതും കണ്ണൂരുകാരനാണെങ്കിലും കേരളത്തിലല്ല താമസിക്കുന്നത്, ഇന്ത്യയിൽ തന്നെയാണ്, പുറത്തല്ല. എന്തായാലും അവരും പിന്നീട് അങ്ങോട്ട് യാതൊരു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലല്ല. അപ്പോൾ ചീറ്റിംഗ് ആണെന്ന് മനസ്സിലായി. എന്തിന് ചീറ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വന്ന് സംഭവിക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ മഹത് വ്യക്തിക്ക് ഒരുപാട് ആയുരാരോഗ്യ സൗഖ്യം ദീർഘായുസ്സും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അവർക്ക് എപ്പോഴും നല്ലത് മാത്രം വരട്ടെ.